ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ സമയമെടുത്ത് പരിപൂർണത നേടിയ ഭൂമിയുടെ ജീവശാസ്ത്രത്തിന്റെ പരകോടിയാണ് മനുഷ്യൻ. അങ്ങനെയാണ് പരിണാമം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കാരണം ഇന്ന് ഈ ലോകത്തിൽ മനുഷ്യരെക്കാൾ ശക്തമായ ഒരു ജീവിയുമില്ല. സകല ജീവികളും മനുഷ്യരുടെ കാരുണ്യത്തിലാണ് ജീവിച്ചു പോകുന്നത്. പക്ഷെ ഇത് ശരിയാണെങ്കിൽ ഭൂമിയിൽ ജീവിക്കാൻ ഏറ്റവും ഉത്തമമായ ശരീരഘടനകൾ ഉണ്ടായിരിക്കേണ്ടത് മനുഷ്യർക്കാണ്. എന്നാൽ മനുഷ്യ ശരീരം പറയുന്നത് മറ്റൊരു കഥയാണ്. മനുഷ്യർക്ക് ഭൂമിയിൽ ജീവിക്കാൻ മറ്റു ജീവികളെക്കാൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതുണ്ട്. അധികമായി വെയിലടിച്ചാൽ നമുക്ക് സൺബേൺ ഉണ്ടാകും. കുറെ നേരം വെറുതെ നിൽക്കുമ്പോൾ തന്നെ നടുവേദന ഉണ്ടാകും. അടിസ്ഥാന ഘടകമായ ഉറക്കം പോലും ഭൂമിയുടെ ഡേ നൈറ്റ് സൈക്കിളുമായി പൊരുത്തപ്പെടുന്നതല്ല. മനുഷ്യരെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പരിണമിച്ചവരായിരുന്നെങ്കിൽ നിസ്സാരമായ ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ പണ്ടേ തന്നെ പരിണാമം പരിഹരിച്ചേനെ. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരെ ഭൂമിയിൽ പരിണമിച്ച ഒരു ജീവിയെ പോലെ അല്ല. അങ്ങനെയെങ്കിൽ മനുഷ്യരാശിയുടെ ഉത്ഭവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതെല്ലാം യഥാർത്ഥത്തിൽ തെറ്റാണെങ്കിലോ? മനുഷ്യര് ഒരുപക്ഷെ ഭൂമിയിൽ പരിണമിച്ച ജീവികളല്ലെങ്കിലോ? ഇതാണ് പ്രശസ്തനായ ഡോക്ടർ എല്ലിസ് സിൽവർ എന്നൊരു പ്രൊഫസർ പറയുന്നത്. അദ്ദേഹത്തിന്റെ ആശയമനുസരിച്ച് മനുഷ്യര് മറ്റേതോ ഗ്രഹത്തിൽ നിന്നും വന്ന ഏലിയൻസ് ആണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ വെറും ഒരു ആശയം എന്നതിലുപരി ഇതിനെ പിന്തുണയ്ക്കുന്ന നിരവധി തെളിവുകൾ പോലും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ തെളിവുകൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ നേരിട്ട് കാണാൻ കഴിയുന്നവയുമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഏലിയൻസ് ആണോ? നമ്മുടെ യഥാർത്ഥ ഭവനം ഈ ഭൂമിയല്ലേ? നമുക്ക് നോക്കാം. ചിലപ്പോൾ വെറും 10 മിനിറ്റ് നേരം വെയിലടിച്ചാൽ സൂര്യതപമേറ്റ് നമ്മുടെ സ്കിൻ പൊള്ളിപ്പോകും. അതായത് സൺബേൺ കിട്ടും. ചിലയിടങ്ങളിൽ 80% പേർക്ക് വരെ വർഷത്തിൽ ഒരു തവണയെങ്കിലും സൺബേൺ കിട്ടും. അപൂർവം ചില സന്ദർഭങ്ങളിലാണെങ്കിൽ സൂര്യതപമേറ്റ് മരണം പോലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ടാകും. വേറെ ഒരു ജീവിവർഗത്തിനെയും സൂര്യൻ ഇത്രയും മാരകമായി ബാധിക്കില്ല. കാരണം അവയെല്ലാം പല ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സൂര്യന്റെ UV കിരണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലാണ് പരിണമിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് പല്ലിവർഗ്ഗങ്ങൾ പൊരിവെയിലത്ത് മണിക്കൂറുകളോളം നേരം ഇരുന്നാലും ഒരു പ്രശ്നവുമില്ല. കാരണം അവയ്ക്ക് പ്രൊട്ടക്ഷന് വേണ്ടി ശരീരം നിറയെ സ്കെയിൽസ് ഉണ്ട്. ചില ഉറുമ്പുകൾക്ക് 50 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള മരുഭൂമിയിൽ പോലും ഒരു കഷ്ടപ്പാടുമില്ലാതെ കറങ്ങി നടക്കാം. കാരണം ഇവയുടെ ശരീരത്തിൽ സൂര്യപ്രകാശം റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരുതരം രോമങ്ങളുണ്ട്. പിന്നെ ഒട്ടകങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അവയുടെ കട്ടി കൂടിയ രോമങ്ങൾ കാരണം ഏറ്റവും തീവ്രമായ മരുഭൂമിയിൽ പോലും നിഷ്പ്രയാസം ജീവിക്കാം. ഇങ്ങനെ മറ്റെല്ലാ ജീവികൾക്കും സൺബേണിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. ഈ കഴിവുകളെല്ലാം പരിണാമത്തിലൂടെ ആർജിച്ചെടുത്തതാണ്. പക്ഷേ മനുഷ്യന് ഈ കഴിവൊന്നുമില്ല. സൺബേണിനെ പ്രതിരോധിക്കാൻ നമുക്ക് എവല്യൂഷൻ ഒന്നും തന്നെ തന്നിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ തന്നെ സൺസ്ക്രീൻ കണ്ടുപിടിക്കേണ്ടി വന്നു. ബാക്കി എല്ലാ ജീവികളെയും പരിണാമം സഹായിച്ചെങ്കിൽ പിന്നെ മനുഷ്യരെ എന്തുകൊണ്ട് സഹായിച്ചില്ല? ഇതുപോലെ മറ്റൊരു പ്രശ്നമാണ് നടുവേദന. 80% കൂടുതൽ പേർക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും നടുവേദന ഒരു മാരണമായിട്ട് കയറി വരും. ഭൂമിയുടെ ഗ്രാവിറ്റി മനുഷ്യരുടെ നട്ടെല്ലിനെ പിടിച്ച് താഴോട്ട് വലിക്കുമ്പോൾ നട്ടെല്ല് കംപ്രസ് ആകും. അതിന്റെ അനന്തരഫലമായിട്ടാണ് നടുവേദന ഉണ്ടാകുന്നത്. വേറെ ഒരു ജീവിക്കും ഈ പ്രശ്നമില്ല. ഇതിനേക്കാളും ഒക്കെ മാരകമായ മറ്റൊരു പ്രശ്നമാണ് ചൈൽഡ് ബർത്ത്, അതായത് പ്രസവം. ഏറ്റവും ഡേഞ്ചറസ് ആയ ചൈൽഡ് ബർത്ത് പ്രോസസ്സ് മനുഷ്യന്റേതാണ്. കുഞ്ഞിന്റെ തല തീരെ വലുതും എന്നാൽ ബർത്ത് കനാൽ തീരെ ചെറുതുമാണ്. അതുകൊണ്ടാണ് പ്രസവം ഇത്രയേറെ പ്രയാസകരമാകുന്നത്. മോഡേൺ മെഡിസിന് മുന്നേ പ്രായം കുറഞ്ഞ സ്ത്രീകളുടെ മരണത്തിന്റെ ഏറ്റവും പ്രധാന കാരണം യഥാർത്ഥത്തിൽ ചൈൽഡ് ബർത്ത് ആയിരുന്നു. അപ്പോൾ അത്രയേറെ ഡേഞ്ചറസ് ആയ ഒരു പ്രോസസ്സാണിത്. എന്നിട്ടും പ്രസവം ഭയങ്കര സുഖമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ചില കിഴങ്ങുകളെയും പ്രസവത്തിന് മോഡേൺ മെഡിസിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ചില കിഴങ്ങുകളെയും ഇന്നും നമുക്ക് കാണാം. എന്തായാലും വേറെ ഒരു ജീവിവർഗങ്ങളിലും ചൈൽഡ് ബർത്ത് ഇത്രയേറെ ഡേഞ്ചറസ് അല്ല. ചില ജീവികളൊക്കെ കുറച്ച് മിനിറ്റുകൾ കൊണ്ടാണ് പ്രസവിക്കുന്നത്. പ്രസവിച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ അവയുടെ കുട്ടികൾ എഴുന്നേറ്റ് നടക്കുകയും ചെയ്യും. മനുഷ്യന്റെ കുഞ്ഞിന് സ്വന്തം കഴുത്ത് ഉയർത്തിപ്പിടിക്കാൻ പോലും പല മാസങ്ങൾ സമയമെടുക്കും. മറ്റ് സകല ജീവിവർഗങ്ങളുടെയും കുട്ടികളെക്കാളും വളരെയധികം ദുർബലമാണ് മനുഷ്യന്റെ കുട്ടികൾ. മനുഷ്യന്റെ സിർക്കേഡിയൻ ഋതത്തിലും ഒരു പ്രശ്നമുണ്ട്. മനുഷ്യന്റെ ഇന്റേണൽ ക്ലോക്കാണ് സിർക്കേഡിയൻ ഋതം. എപ്പോൾ ഉറങ്ങണം, എപ്പോൾ ഉണരണം, എപ്പോൾ റിപ്പയർ ചെയ്യണം, അങ്ങനെ ശരീരത്തിന്റെ ഏകദേശം എല്ലാ പ്രവർത്തനങ്ങളും എപ്പോൾ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഇന്റേണൽ ക്ലോക്ക് ആണ്. പക്ഷേ ഇന്റേണൽ ക്ലോക്ക് 24.15 മണിക്കൂറുകളാണ്. അതായത് ഭൂമി ഒരു തവണ കറങ്ങാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം. ഇനി ഇതിനേക്കാളുമൊക്കെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമുണ്ട്. ഭൂമിയിലെ സകല ജീവിവർഗങ്ങളും അതിന്റെ ആവാസ വ്യവസ്ഥയുമായി ഒരു സന്തുലിതാവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഉദാഹരണത്തിന് മാംസഭുക്കുകൾ സസ്യഭുക്കുകളായ ഇരകളെ പിടിക്കുന്നതിലൂടെ സസ്യഭുക്കുകളുടെ പോപ്പുലേഷൻ നിയന്ത്രിക്കും.
സസ്യഭുക്കുകളാണെങ്കിൽ സസ്യജാലങ്ങളുടെ അളവ് നിയന്ത്രിക്കും. ഇതിലേതെങ്കിലും ഒരെണ്ണം കൂടുകയോ കുറയുകയോ ചെയ്താൽ മറ്റു രണ്ടെണ്ണത്തിനും അതേ വ്യത്യാസം സംഭവിക്കും. ഇങ്ങനെ എല്ലാത്തിനും ഒരു ബാലൻസ് ഉണ്ട്. പക്ഷേ മനുഷ്യരുടെ കാര്യം അങ്ങനെയല്ല. പ്രകൃതിയിലെ സകല സന്തുലിതാവസ്ഥകളും നശിപ്പിക്കുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. വനങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു, ജലസ്രോതസ്സുകളെല്ലാം വിഷം കൊണ്ട് നിറയ്ക്കുന്നു, അന്തരീക്ഷം മുഴുവൻ മലിനമാക്കുന്നു. അങ്ങനെ ആവാസ വ്യവസ്ഥകളെ മൊത്തം നശിപ്പിക്കുകയാണ്. ആയിരക്കണക്കിന് ജീവിവർഗങ്ങളെയാണ് നമ്മൾ വംശനാശത്തിലെത്തിച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനുഷ്യരാശി കൃത്യമായും ഒരു ഏലിയൻ വർഗത്തിനെ പോലെയാണ് പെരുമാറുന്നത്. മനുഷ്യൻ ജീവിക്കുന്നത് ഭൂമിയിലെ നിയമങ്ങൾ അനുസരിച്ചല്ല. അങ്ങനെയെങ്കിൽ മനുഷ്യൻ ഒരുപക്ഷെ ഭൂമിയിലുണ്ടായതായിരിക്കില്ല. പ്രശസ്തനായ ഒരു അമേരിക്കൻ പരിസ്ഥിതി പ്രവർത്തകനാണ് ഡോക്ടർ എല്ലിസ് സിൽവർ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ പ്രിസൺ പ്ലാനറ്റ് എന്നൊരു സാങ്കല്പിക സിദ്ധാന്തത്തിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഈ സിദ്ധാന്തമനുസരിച്ച് ലോകത്തിലെ ബാക്കി എല്ലാ ജീവജാല വർഗങ്ങളും ഭൂമിയിൽ തന്നെ ഉണ്ടായവയാണ്. എന്നാൽ മനുഷ്യര് ഭൂമിയിലുണ്ടായ ജീവിവർഗമല്ല. പകരം മറ്റേതോ ഗ്രഹത്തിലാണ് രൂപം കൊണ്ടത്. ഏകദേശം 2 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ 60,000 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിനിടയിൽ അന്യഗ്രഹ ജീവികൾ മനുഷ്യരെ ഭൂമിയിൽ കൊണ്ടിട്ടതാണ്. വളരെ അഡ്വാൻസ്ഡ് ആയ ഈ ഏലിയൻസ് ആയിരിക്കും ഒരുപക്ഷെ നമ്മുടെ മിൽക്കി വേ ഗാലക്സി തന്നെ ഭരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭൂമി എന്നത് ഒരു ഗാലക്ടിക് ജയിൽ പോലെ ആയിരിക്കും. നാച്ചുറലി വയലന്റ് ആയ ഇന്റലിജന്റ് ജീവി വർഗങ്ങളെ ഈ ഏലിയൻസ് ഇന്റലിജന്റ് ജീവികൾ ഇല്ലാത്ത ഏതെങ്കിലും ഗ്രഹങ്ങളിൽ കൊണ്ടിടും. ശേഷം ഈ വയലന്റ് ജീവി വർഗങ്ങൾ സമാധാനപരമായ രീതിയിലായി മാറുന്നതുവരെ അവയെ ഈ ജയിൽ ഗ്രഹത്തിൽ തന്നെ ഇട്ടിരിക്കും. ഇങ്ങനെ തന്നെയാണ് മനുഷ്യനെ ഭൂമിയിൽ കൊണ്ടിട്ടത്. ഇതിന്റെ തെളിവുകളാണ് നേരത്തെ പറഞ്ഞത്. മനുഷ്യരെ യഥാർത്ഥത്തിൽ മറ്റേതോ നക്ഷത്രത്തിന് കീഴിലുള്ള ഗ്രഹത്തിലാണ് രൂപം കൊണ്ടതും പരിണമിച്ചതും. അതുകൊണ്ടാണ് ഭൂമിയിൽ വന്നപ്പോൾ സൂര്യന്റെ കിരണങ്ങൾ താങ്ങാൻ പറ്റാത്തതും അനന്തരഫലമായി സൺബേൺസ് കിട്ടുന്നതും. യഥാർത്ഥ ഗ്രഹത്തിന് ഭൂമിയേക്കാൾ ഗ്രാവിറ്റി കുറവായിരുന്നു. അതുകൊണ്ടാണ് ഭൂമിയിലെത്തിയപ്പോൾ ഗ്രാവിറ്റി താങ്ങാനാകാതെ നടുവേദനയുണ്ടായത്. യഥാർത്ഥ ഗ്രഹം കറങ്ങുന്നത് 24.15 മണിക്കൂറുകൾ കൊണ്ടായിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ സിർക്കേഡിയൻ റിതം പരിണമിച്ചതുകൊണ്ടാണ് നമ്മുടെ ഇന്റേണൽ ക്ലോക്കിന്റെ സമയവും കൂടുതലായിരിക്കുന്നത്. യഥാർത്ഥ ഗ്രഹത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് ഭൂമി. അതിനാൽ ഭൂമിയിൽ കൊണ്ടിട്ടതിനു ശേഷം മനുഷ്യൻ ഭൂമിയിലെ അവസ്ഥകളുടെ രീതിയിൽ പരിണമിക്കാൻ തുടങ്ങി. അതിന്റെ അനന്തരഫലമായിട്ടാണ് ബർത്ത് കനാൽ ചെറുതായതും ചൈൽഡ് ബർത്ത് വളരെ ഡേഞ്ചറസ് ആയി മാറിയതും. മനുഷ്യൻ തന്റെ യഥാർത്ഥ ഗ്രഹത്തിന്റെ രീതികളിലേക്ക് പതിയെ പതിയെ ഭൂമിയെ രൂപമാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് മനുഷ്യൻ പ്രകൃതിയെ മൊത്തം നശിപ്പിക്കുന്നതായിട്ട് തോന്നുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഈ സിദ്ധാന്തവും അതിന് പിന്നിലെ തെളിവുകളും വളരെ ലോജിക്കലായിട്ട് നമുക്ക് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് പരിപൂർണമായ ശുദ്ധമായ വിഡ്ഢിത്തമാണ്. നടുവേദന, സൺബേൺ, സിർക്കേഡിയൻ റിതം, പിന്നെ ചൈൽഡ് ബർത്ത്, ഇത്രയും കാര്യങ്ങൾ വെച്ചാണ് ഡോക്ടർ എല്ലിസ് സിൽവർ പ്രിസൺ പ്ലാനറ്റ് എന്ന സാങ്കല്പിക സിദ്ധാന്തത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയത്. പക്ഷേ ഇതൊന്നും യഥാർത്ഥത്തിൽ തെളിവുകളേ അല്ല. എന്തെന്നാൽ ഈ പറഞ്ഞതൊക്കെ മനുഷ്യരുടെ ചില പോരായ്മകൾ മാത്രമാണ്. അതിനേക്കാൾ ഉപരി ഈ പറഞ്ഞതൊക്കെ മനുഷ്യരെ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങളുമല്ല. മനുഷ്യർക്ക് നടുവേദന ഉണ്ടാകുന്നതിന് പിന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. പണ്ട് ആഫ്രിക്ക മുഴുവൻ മഴക്കാടുകളായിരുന്നു. ആ സമയത്ത് മനുഷ്യന്റെ പൂർവികർ 4 കാലിലാണ് നടന്നിരുന്നത്. ശേഷം മഴക്കാടുകൾ മുഴുവൻ തുറസായ സവാനയായി മാറി. അപ്പോൾ അതിജീവിക്കാൻ മനുഷ്യനും മനുഷ്യന്റെ രീതികളും മാറേണ്ടി വന്നു. മരങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കാൻ 4 കാലിൽ നടക്കുന്നത് വളരെ എഫിഷ്യന്റ് ആണ്. എന്നാൽ തുറസായ സവാനയിൽ അത് നമ്മുടെ പൂർവികർക്ക് ഒരു ശാപമായിരുന്നു. അതുമാത്രമല്ല, മഴക്കാടുകളിൽ അവരുടെ വേട്ടയാടുന്ന രീതികളൊക്കെ വ്യത്യസ്തമായിരുന്നു. പതുങ്ങിയിരുന്ന് വേട്ടയാടുക, പരമാവധി സ്കാവെഞ്ച് ചെയ്യുക, മരങ്ങളിലുള്ള ആഹാരം തേടുക, ഇതൊക്കെയായിരുന്നു നമ്മുടെ പൂർവികരുടെ രീതികൾ. പക്ഷെ ഇതൊന്നും തുറസായ സവാനയിൽ സാധ്യമല്ല. അതിനാൽ പെർസിസ്റ്റന്റ് ഹണ്ടിങ് എന്നൊരു പുതിയ വിദ്യ അവർ ഡെവലപ്പ് ചെയ്തു. ഇരകളെ ഒരുപാട് ദൂരം തുരത്തി ഓടിക്കും. കുറേ ദൂരം പോകുമ്പോൾ ഇര തളർന്നു വീഴും. ആ സമയം ഇരയെ എളുപ്പത്തിൽ ആക്രമിച്ച് കൊല്ലും. ഇതാണ് പെർസിസ്റ്റന്റ് ഹണ്ടിങ്. പക്ഷെ ഇതിന് മനുഷ്യർക്ക് നല്ല രീതിയിൽ എൻഡ്യൂറൻസ് വേണം. 2 കാലിൽ നടക്കുന്നത് വളരെയേറെ എഫിഷ്യന്റ് ആണ്. അത് കൂടുതൽ എൻഡ്യൂറൻസ് നൽകും. ഇന്ന് ലോകത്തിലെ സകല ജീവികളിലും വെച്ച് ഏറ്റവും കൂടുതൽ എൻഡ്യൂറൻസ് ഉള്ള ജീവികളിലൊന്നാണ് മനുഷ്യൻ. 2 കാലിൽ നിൽക്കുമ്പോൾ കൂടുതൽ ഉയരം കിട്ടും. ഉയരം കൂടുമ്പോൾ ഒരുപാട് അകലെയുള്ളത് പോലും കാണാൻ കഴിയും. ചൂട് നിയന്ത്രിക്കാനും ഉയർന്നു നിൽക്കുന്ന പൊസിഷൻ സഹായിക്കും. പിന്നെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ കൈകളുടെ ആവശ്യവും ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് മനുഷ്യൻ 2 കാലിൽ നടക്കുന്ന രീതിയിൽ പരിണമിച്ചത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വളരെ സങ്കീർണമായി നട്ടെല്ലും പരിണമിച്ചു. പക്ഷേ നടുവേദന പൂർണ്ണമായി മാറ്റുന്ന രീതിയിൽ നട്ടെല്ല് വളരെ പെർഫെക്റ്റ് ആയി മാറിയില്ല. എന്തെന്നാൽ പരിണാമം ഒരിക്കലും പെർഫെക്ഷൻ അല്ല ഫോക്കസ് ചെയ്യുന്നത്. റീപ്രൊഡക്ഷനും അതിലൂടെയുള്ള അതിജീവനവുമാണ് എവല്യൂഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സാധാരണഗതിയിൽ നടുവേദന എന്നത് ഒരു പ്രായപരിധി കഴിയുമ്പോൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ.
അപ്പോൾ പിന്നെ അത് പരിഹരിക്കേണ്ട കാര്യമില്ല എന്നതാണ് പരിണാമത്തിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് നടുവേദന ഒരു വെല്ലുവിളിയായി അവശേഷിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നടുവേദന എന്നത് മനുഷ്യർക്ക് മാത്രമുള്ള പ്രശ്നമല്ല. പട്ടി, പൂച്ച, ആട്, എലി, ഉരകവർഗ്ഗങ്ങൾ എന്നിങ്ങനെ വേറെയും ഒരുപാട് ജീവിവർഗ്ഗങ്ങൾക്കും നടുവേദന ഒരു വലിയ പ്രശ്നമാണ്. നമുക്ക് സൺബേൺ അടിക്കുന്നതിലും ഒരു കാരണമുണ്ട്. പണ്ട് മഴക്കാടുകളിലായിരുന്നപ്പോൾ പൂർവികർക്ക് ശരീരം നിറയെ കട്ടിയുള്ള രോമങ്ങൾ ഉണ്ടായിരുന്നു. അത് സൺബേണിൽ നിന്നും വളരെയേറെ സുരക്ഷിതത്വം നൽകും. എന്നാൽ പിന്നീട് സവാനയായപ്പോൾ വേട്ടയാടാൻ വേണ്ടി മണിക്കൂറുകളോളം നേരം വരെ തുടർച്ചയായിട്ട് ഓടേണ്ടി വന്നു. ആ സമയം ശരീരം തണുപ്പിക്കാൻ നല്ല രീതിയിൽ വിയർക്കേണ്ടതുണ്ട്. പക്ഷേ നിറയെ രോമമുണ്ടെങ്കിൽ നന്നായി വിയർക്കാനും ശരീരം തണുപ്പിക്കാനും പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് മനുഷ്യന്റെ കട്ടി കൂടിയ രോമം നഷ്ടമായത്. ഇതിനു വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വന്ന വിലയാണ് സൺബേൺ. പക്ഷേ ഇതും മനുഷ്യരുടെ മാത്രം പ്രശ്നമല്ല. തിമിംഗലങ്ങൾക്കും ഡോൾഫിൻസിനും ശ്വാസം എടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിന് മുകളിൽ വരേണ്ടതുണ്ട്. ആ സമയം ഇവയ്ക്കും സൺബേൺ കിട്ടും. ഇവയുടെ സ്കിൻ ടാൻ ആകും, ചുവപ്പാകും, പൊള്ളിപ്പോകും, ചിലപ്പോൾ തൊലി ഇളകിയും പോകും. ചെറിയ രീതിയിൽ മുതൽ ജീവന് ഭീഷണിയാകാൻ പോലും കഴിയും വിധത്തിൽ ഇവയ്ക്കും സൺബേൺ അടിക്കാം. ഹിപ്പോകൾക്കും ഇതേ പ്രശ്നമുണ്ട്. ഇവയുടെ സ്കിന്നിൽ ചുവന്ന ഓയിലി ആയിട്ടുള്ള ഒരുതരം ദ്രാവകമുണ്ട്. ഇത് സൺസ്ക്രീൻ പോലെ പ്രവർത്തിക്കും. പക്ഷെ എന്നിരുന്നാലും ഇവയ്ക്കും ചിലപ്പോൾ സൺബേൺ കിട്ടും. ആനകൾക്കും സൺബേൺ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ആനകൾ ദേഹം മുഴുവൻ മണ്ണും ചെളിയും ഒക്കെ വാരി പൂശുന്നത്. അതും സൺസ്ക്രീൻ പോലെ പ്രവർത്തിക്കും. ഈ പറഞ്ഞതൊക്കെ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ സ്കിൻ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സകല ജീവികൾക്കും ഇങ്ങനെ സൺബേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ചൈൽഡ് ബർത്തിന്റെ കാര്യത്തിൽ മനുഷ്യന്റെ ബുദ്ധിയാണ് പ്രശ്നം. മനുഷ്യന്റെ പെൽവിസ് 2 കാലിൽ നടക്കാൻ വേണ്ടി ഏകദേശം പൂർണ്ണമായും രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ഇത് കാരണം ബർത്ത് കനാൽ തീരെ ചെറുതും വളഞ്ഞതുമായി മാറി. അതേസമയം കൂടുതൽ ബുദ്ധിയുള്ള രീതിയിൽ പരിണമിച്ചതിനാൽ മനുഷ്യന്റെ തലച്ചോറ് കൂടുതൽ വലിപ്പം വെച്ചു. അതുകൊണ്ടാണ് പ്രസവം ഇത്രയേറെ ബുദ്ധിമുട്ടുള്ളതായി മാറിയത്. പരിണാമത്തിലൂടെ ബർത്ത് കനാൽ വലിപ്പം വെക്കണമെങ്കിൽ പെൽവിസും അതിനനുസരിച്ച് പരിണമിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ പെൽവിസ് മാറിയാൽ 2 കാലിൽ നടക്കുന്നത് തീരെ അൺസ്റ്റേബിൾ ആകും. അതുകൊണ്ടാണ് പരിണാമം ഇതിനൊരു പരിഹാരം കണ്ടെത്താത്തത്. ഒബ്സ്റ്റേട്രിക്കൽ ഡിലമ എന്നാണ് ഈ പ്രശ്നത്തിനെ പറയുന്നത്. മറ്റ് മൃഗങ്ങളെ അപേക്ഷിച്ച് മനുഷ്യക്കുഞ്ഞ് കൂടുതൽ ഡെവലപ്പ് ആകുന്നതിന് മുന്നേ ജനിക്കുന്നതും ഇതേ കാരണം കൊണ്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പ്രശ്നവും മനുഷ്യർക്ക് മാത്രം നേരിടേണ്ടി വരുന്ന ഒന്നല്ല. മറ്റ് ചില ജീവികളുടെ ചൈൽഡ് ബർത്തുമായി താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യൻ്റേത് ഒന്നുമല്ല എന്ന് തോന്നിപ്പോകും. ഉദാഹരണത്തിന് കിവി പക്ഷികൾ. ഇവയിടുന്ന മുട്ടയ്ക്ക് ഇവയുടെ ശരീരത്തിന്റെ 25% വരെ ഭാരമുണ്ടായിരിക്കും. അതായത് ഒരു ഹ്യൂമൻ 4 വയസ്സുള്ള കുട്ടിക്ക് ജന്മം നൽകുന്നത് പോലെ. മുട്ടയിടുന്നതിന് മുന്നേയുള്ള കുറേ ദിവസങ്ങളിൽ കിവി പക്ഷിക്ക് ഒരു തരി ആഹാരം പോലും കഴിക്കാൻ പറ്റില്ല. കാരണം ശരീരത്തിനുള്ളിലെ ക്യാവിറ്റി ഏകദേശം പൂർണ്ണമായും മുട്ട നിറഞ്ഞിരിക്കും. ഇതിനേക്കാൾ കഷ്ടമാണ് ഹൈനയുടെ അവസ്ഥ. ഫീമെയിൽ സ്പോട്ടഡ് ഹൈനകൾക്ക് നോർമൽ വെജൈനൽ ഓപ്പണിങ്ങിന് പകരം മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ പോലെ തോന്നിക്കുന്ന സ്യൂഡോ പീനിസ് ആണുള്ളത്. അതിലൂടെയാണ് പ്രസവിക്കുന്നത്. സകല ജീവികളിലും വെച്ച് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ പ്രസവം ഈ ഹൈനയുടേതാണ്. സ്പോട്ടഡ് ഹൈനകൾ പ്രസവിക്കുന്ന 60% കുട്ടികളും പ്രസവ സമയത്ത് ശ്വാസം മുട്ടി മരിച്ചു പോകും. അതുപോലെ ആദ്യമായി പ്രസവിക്കുന്ന 20%ഓളം സ്പോട്ടഡ് ഹൈനകളും പ്രസവ സമയത്ത് മരിച്ചു പോകും. അത്രയേറെ ഡേഞ്ചറസ് ആണിത്. അവസാനമായി മനുഷ്യന്റെ സിർക്കേഡിയൻ റിതം. നമ്മുടെ ഇന്റേണൽ ക്ലോക്ക് യഥാർത്ഥത്തിൽ കൃത്യമായി ഫിക്സ് ചെയ്ത സമയത്തിലല്ല സഞ്ചരിക്കുന്നത്. പകരം ഇത് വളരെ ഫ്ലെക്സിബിൾ ആയ രീതിയിലാണ് പരിണമിച്ചിരിക്കുന്നത്. അതായത് ആവശ്യമെങ്കിൽ ദൈർഘ്യം കുറയുകയും ചെയ്യും, എന്നാൽ വേണമെങ്കിൽ വേഗത കൂടുകയും ചെയ്യും. ഇങ്ങനെ പരിണമിക്കാനുള്ള ഒരു പ്രധാന കാരണമെന്നത് വ്യത്യസ്തമായ ഋതുകാലങ്ങളാണ്. ഓരോ സീസണിലും ദിവസത്തിന്റെയും രാത്രിയുടെയും ദൈർഘ്യം വ്യത്യസ്തമായിരിക്കും. ഇതുമായി പൊരുത്തപ്പെട്ട് പോകണമെങ്കിൽ ഫ്ലെക്സിബിൾ ആയ സിർക്കേഡിയൻ റിതം ആവശ്യമാണ്. ഫ്ലെക്സിബിൾ അല്ല എങ്കിൽ ദൈനംദിന ജീവിതം ആകെ കുഴപ്പത്തിലാകുമായിരുന്നു. ഭൂരിപക്ഷം പേരുടെയും സിർക്കേഡിയൻ റിതം ഭൂമിയുടെ കറക്കത്തിന്റെ സമയത്തിനേക്കാൾ ശകലം കൂടുതലാണ്. അതായത് ഭൂമി ഒരു തവണ കറങ്ങാൻ 24 മണിക്കൂറുകൾ എടുക്കുമ്പോൾ സിർക്കേഡിയൻ റിതത്തിന്റെ ദൈർഘ്യം എന്നത് ഏതാണ്ട് 24 മണിക്കൂറുകളും 20 മിനിറ്റുകളുമാണ്. ഇതിന്റെ ഒരു പ്രധാന കാരണമെന്നത് സിർക്കേഡിയൻ റിതം എല്ലാ ദിവസവും രാവിലെ സൂര്യപ്രകാശം തട്ടുമ്പോൾ റീസെറ്റ് ആകും. അതായത് സൂര്യപ്രകാശം തട്ടുന്നതുവരെയാണ് സിർക്കേഡിയൻ റിതത്തിന്റെ ദൈർഘ്യം. ഈ ദൈർഘ്യം കുറവായിരുന്നെങ്കിൽ, ഉദാഹരണത്തിന് 23 മണിക്കൂറുകളായിരുന്നെങ്കിൽ, മനുഷ്യൻ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിനും 1 മണിക്കൂർ മുന്നേ ഉണരും. അടുത്ത ദിവസം 2 മണിക്കൂറുകൾ നേരത്തെ ഉണരും. അടുത്ത ദിവസം 3 മണിക്കൂറാകും. അങ്ങനെ ഉറക്കം ആകെ കുഴപ്പത്തിലാകുമായിരുന്നു. എന്നാൽ 24 മണിക്കൂറിൽ കൂടുതലാണെങ്കിൽ സൂര്യപ്രകാശം തട്ടി അത് റീസെറ്റ് ആവുകയും എല്ലാ ദിവസവും കൃത്യമായി ഒരേ സമയം തന്നെ ഉണരുകയും ചെയ്യും. അപ്പോൾ ദൈർഘ്യം കൂടുതലായിരിക്കുന്നത് ഒരു സേഫ്റ്റി മെക്കാനിസം പോലെയാണ്.
ചുരുക്കി പറഞ്ഞാൽ എൽ.എസ്. സിൽവർ തെളിവായിട്ട് നിരത്തിയ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും പരിണാമത്തിന്റെ അനന്തരഫലങ്ങളാണ്, അല്ലാതെ നമ്മൾ മറ്റൊരു ഗ്രഹത്തിൽ നിന്നും വന്നതുകൊണ്ടല്ല. അങ്ങനെയായിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് മൃഗങ്ങൾക്കും ഇതേ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ എൽ.എസ്. സിൽവർ ഇവിടെ ചെയ്തിരിക്കുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ദുർബലതകളെ എടുത്ത ശേഷം അതിനെ ഒരു തെറ്റായ കഥയിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. ഓരോ ജീവിയും ഓരോ സാഹചര്യത്തിനായി രൂപപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജീവികൾക്കും എല്ലാ സാഹചര്യത്തിലും ജീവിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് മനുഷ്യരും. എല്ലിസിന്റെ ലോജിക്ക് വെച്ച് നോക്കിയാൽ പോളാർ ബിയറിന് മരുഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്തതും യഥാർത്ഥത്തിൽ അതൊരു ഏലിയൻ ആയതുകൊണ്ടാണെന്ന് പറയേണ്ടി വരും. ഇനി ഈ സിദ്ധാന്തം പൂർണ്ണമായും തെറ്റാണെന്ന് പറയാൻ വളരെ വ്യക്തമായ ഒരു തെളിവുണ്ട്. അതാണ് DNA. മറ്റ് ജീവിവർഗങ്ങളുമായും സസ്യജാലങ്ങളുമായിട്ട് പോലും നമ്മൾ DNA ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ DNAക്ക് ഒരു വാഴപ്പഴത്തിന്റെ DNAയുമായി ഏകദേശം 60% വരെ സാമ്യതയുണ്ട്. മനുഷ്യൻ ഭൂമിയിൽ തന്നെ ഉണ്ടായതല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് DNAയിൽ ഇത്രയേറെ സാമ്യതകൾ വരുന്നത്? അത് ചിന്തിക്കുമ്പോൾ തന്നെ ഈ സിദ്ധാന്തം പൂർണ്ണമായും തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകും. സ്യൂഡോ സയൻസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ വളരെ ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഈ സാങ്കല്പിക സിദ്ധാന്തം. ആദ്യം കേൾക്കുമ്പോൾ ഇതൊരു പ്രോപ്പർ സയൻസ് പോലെ തോന്നും, ലോജിക് ഉണ്ടെന്ന് തോന്നും. പക്ഷെ കുറച്ചാഴത്തിൽ ചിന്തിക്കുമ്പോൾ അതെല്ലാം പൊളിഞ്ഞു വീഴും. എന്തെന്നാൽ ഇതിന് പിന്നിൽ തെളിവുകളില്ല, പരിശോധനകളില്ല, ലോജിക്കില്ല, വ്യക്തമായ ഒരു കാരണം പോലുമില്ല. ഇത്തരത്തിലുള്ള ആശയങ്ങൾ കേൾക്കാൻ രസകരമാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മറക്കരുത്, സത്യമായി തോന്നുന്നതെല്ലാം സത്യമായിരിക്കണമെന്നില്ല. സ്യൂഡോ സയൻസ് എപ്പോഴും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ചില സത്യങ്ങൾ എടുക്കുകയും അതിൽ ഇഷ്ടമുള്ള കഥകൾ തിരികെ നിറയ്ക്കുകയും അതിനെ സാധൂകരിക്കാൻ തെളിവെന്ന രീതിയിൽ എന്തെങ്കിലും കാപട്യം മുന്നോട്ട് വയ്ക്കുന്നതിലൂടെയുമാണ് സ്യൂഡോ സയൻസ് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്ത് കേട്ടാലും അത് എത്ര ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലും എത്ര ശാസ്ത്രീയമായി തോന്നിയാലും ഒരു നിമിഷം അതിനെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നിർത്തി ചോദ്യം ചെയ്ത് നോക്കണം. തെളിവുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ആ തെളിവുകൾ ശരിയാണോ എന്ന് അന്വേഷിക്കണം. കാരണം ചോദ്യം ചെയ്യാൻ പഠിച്ച മനുഷ്യരാണ് മുന്നേറുന്നത്, അല്ലാതെ വിശ്വസിക്കാൻ മാത്രം പഠിച്ചവരല്ല.